മനപ്രേക്ഷകരെ നമസ്കാരം. ഇന്ന് രവേട്ടന്റെ അടുത്ത് വീണ്ടും വന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രവേട്ട. ഈ വിവാഹം കഴിക്കാൻ, ഈ വിവാഹം ഇപ്പം നമുക്കറിയാലോ, ഒരുപാട് ആളുകൾ വിവാഹം കഴിക്കാൻ പെണ്ണ് കിട്ടാത്ത പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള തട്ടുമുട്ടുകളായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടോ, അതല്ലെങ്കിൽ അതിന് പരിഹാരങ്ങളുണ്ടോ എന്നുള്ള രീതിയിൽ ഒരുപാട്, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ ചോദ്യം വരാറുണ്ട്. അത്തരക്കാർക്ക് നമുക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ പറ്റും? വിവാഹ യോഗം എന്ന് പറഞ്ഞൊരു യോഗം മിക്കവാറും ജാതകങ്ങളിൽ ഉണ്ടാവും. തടസ്സങ്ങളും ഉണ്ടാവും. എങ്ങനെയാണ് ആ തടസ്സം മാറ്റേണ്ടത്, ആ യോഗം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് അവർ ജനിച്ച സമയത്ത് ഗ്രഹസ്ഥിതി അനുസരിച്ച് ചിലത് റിവേഴ്സ് ആവും, ചിലതിന് രണ്ടാം വിവാഹ യോഗം ഉണ്ടാവും, മറ്റൊരു ലേറ്റ് മാരേജ് ഉണ്ടാവും, ഏർലിയസ്റ്റ് മാരേജ് ഉണ്ടാവും. ഇതൊക്കെ കണ്ടെത്തുക എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ നക്ഷത്രത്തിലെ നാഴിക വിനാഴികയും ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ, അതായത് ഏഴാമത്തെ രാശിയുടെ അധിപതി ശുക്രനാണെന്ന് വിചാരിക്കട്ടെ, അത് മൗഢ്യത്തിൽ നിൽക്കുക. അല്ല, മറ്റേതെങ്കിലും ഗ്രഹങ്ങൾ, ഏത് ഗ്രഹമാണെങ്കിലും മൗഢ്യത്തിലോ നീചത്തിലോ നിന്നാൽ വിവാഹ താമസം വരും. അപ്പൊ അത് എങ്ങനെയാണ്? പിന്നെ ബാധാദോഷം, അതായത് ബാധയുടെ അധിപതിയും ഏഴാം ഭാവാധിപനും ലഗ്നാധിപനും പരസ്പരം എങ്ങനെയാ ബന്ധുക്കളാണോ, മിത്രങ്ങളാണോ, ശത്രുത ഉണ്ടോ, ഇതും മനസ്സിലാക്കണം. ഒരു നല്ല പണ്ഡിതനായ ജ്യോത്സ്യന് മനസ്സിലാക്കാൻ വളരെ നിസ്സാരമായിട്ട് സാധിക്കും. എന്റെ കുട്ടിക്ക് കല്യാണം നടന്നിട്ടില്ല ജ്യോത്സ്യരെ എന്ന് വിളിച്ച് പറിച്ചിട്ട് കാര്യമില്ല. അവരുടെ ജാതകക്കുറിപ്പടി കണ്ടെത്തിയിട്ട് വളരെ നിസ്സാരമായ ഇതിന് പരിഹാരവും കണ്ടെത്താം. ബാധയുടെ അധിപതി ലഗ്നത്തിൽ നിന്നാൽ ആൾരൂപം ചാർത്തണം എന്നാണ് പറയുക. അതിപ്പോ ഏഴാം ഭാവാധിപൻ തന്നെ ചിലപ്പോൾ ബാധയേറ്റ് വരും. അത് ഏത് രാശിയിൽ നിൽക്കുന്നു, ഏത് ഗ്രഹമാണ്. സ്വർണം കൊണ്ട് ആൾരൂപം ചാർത്തണം എന്ന് പറഞ്ഞ പേര് നാമമാത്രമാണെങ്കിലും സ്വർണം തന്നെ വേണം. അതേസമയം ചിലത് വെള്ളി വേണ്ടി വരും, ചിലത് ചെമ്പാവും. അത് ഗ്രഹങ്ങളുടെ ലോഹം ഏതാണെന്ന് നിശ്ചയിച്ചിട്ട് ഏത് ക്ഷേത്രത്തിൽ വേണം, ഏത് നക്ഷത്ര ദിവസം, ഏത് മാസം, ഏത് സമയം എന്ന് സൂക്ഷ്മഗണിതത്തിൽ കണ്ടെത്താൻ സാധിക്കും. വളരെ നിസ്സാരമായി എളുപ്പത്തിൽ കണ്ടെത്താവുന്നതാണ്. പക്ഷെ ഇത് ശരിയായ രീതിയിൽ ഗഹനമായി പഠിക്കണം. എന്നാൽ അത് ചെയ്യാം, വിവാഹം നടക്കും. എത്രയോ ആൾക്കാർ നടന്നതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നടക്കാത്ത കല്യാണത്തിനൊക്കെ വന്നിട്ടുള്ള കല്യാണ കത്തുകൾ വേണമെങ്കിൽ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള ചെമ്പടി ഉണ്ടാവും, കാണിച്ചു കൊടുക്കാൻ. രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷെ കല്യാണം കഴിക്കാത്ത ചെക്കൻ്റെയും പെണ്ണിന്റെയും ആ വീട്ടുകാരൻ്റെയും മനോവ്യത അത് കുറച്ച് ഗൗരവ, ഉത്കണ്ഠ, എന്നിട്ട് ടെൻഷൻ. അത് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടെത്തി പരിഹരിക്കാവുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം രവേട്ട, ഈ പലരും മുമ്പൊക്കെ നമ്മൾ കല്യാണം നടത്തുമ്പോൾ ജാതകം നോക്കി ചേർച്ചയുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഇന്നത്തെ കാലത്ത് ഈ ജാതക ചേർച്ച, നവോത്ഥാനം എന്നൊക്കെയാണ് ഇതിന് പേര് വിളിക്കുന്നത്, ആ നവോത്ഥാനക്കാർ ഇവിടെ കൂടിയത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡിവേഴ്സ് ആവുന്ന ആളുകൾ, ആ വിവാഹ ജീവിതം മാസങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളോ കൊണ്ട് മാത്രം വേർപ്പെടുന്ന രീതിയിലേക്ക് ഒരുപാട് മാറിയിട്ടുണ്ടെന്ന്. ആ ഒരു രീതിയിൽ ഇന്ന് നമ്മുടെ ജനങ്ങളോട് ഇപ്പൊ നോക്കണോ നോക്കണ്ടേ എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. നവോത്ഥാനം എത്രത്തോളം ഉയർന്നാലും ഉയർന്നില്ലെങ്കിലും. പക്ഷെ അതിനെ കൊണ്ടുള്ള ഗുണം എന്താണ് നമ്മുടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം? ഈ ദാമ്പത്യ പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് മാനസിക പൊരുത്താണ്. അവർക്ക് മനോനില അനുയോജ്യമാണോ അല്ലെ, അത് എത്രമാത്രം. ഗ്രഹങ്ങൾ തമ്മിൽ താൽക്കാലിക മിത്രങ്ങളുണ്ട്, ശത്രുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. ഇത് ഏതാണ് അവസ്ഥ എന്ന് ചേരുമ്പടി ചേർക്കുക. ബന്ധുക്കൾ തമ്മിൽ ചേർത്താൽ നല്ല ഐക്യത്തിലാവും, ശത്രുക്കൾ തമ്മിൽ ചേർത്താൽ ശത്രുതയാവും. പിന്നെ ഒരു ചെറിയ എളുപ്പം മനസ്സിലാവുള്ള ഒരു ഉദാഹരണം പറയാം. സൂര്യന്റെ രാശി, സൂര്യൻ അഗ്നിന്റെ രാശിയാണ്, അതിപ്പോ ചിങ്ങൻ രാശിയാണ്. അതിന്റെ ഏഴാമത്തെ രാശി ശനിയാണ്, അത് വായുവാണ്. അഗ്നിയും വായുവും കൂടി കത്തിയാൽ ആഴി കത്തും. അപ്പൊ അതിനെന്താ പരിഹാരം എന്നുള്ളത് അത് കണ്ടെത്തണം. ഗ്രഹനില എവിടെയാണ് ഗ്രഹം നിൽക്കുന്നത്, എവിടെയാണോ അംശിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തി പരിഹാരം ചെയ്യണം. വിവാഹ ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമനൊക്കെ കല്യാണം കഴിച്ച ജാതകം നോക്കിയിട്ടുള്ള വില്ല് വിളിച്ചതാണൊക്കെ സമർപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത് യുഗങ്ങൾക്ക് മുമ്പാണ്. ഇന്നത്തെ കലിയുഗത്തിൽ ഇതാണ് സമ്പ്രദായം, വിവാഹ പൊരുത്തം. അന്ന് എല്ലാവരും പണ്ഡിതന്മാരാണ്, എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ ഉണ്ട്. വിവാഹം എങ്ങനെയാണ്, പൊരുത്തം, നക്ഷത്രം. ഇന്നിപ്പോ എത്ര നക്ഷത്രം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. ജനനത്തീയതി പോലും മര്യാദയ്ക്ക് അറിയില്ല. ജനനത്തീയതി അറിയില്ല. എന്ന് പറഞ്ഞ ആള് ഉത്രാണ്, പക്ഷെ ആ പഞ്ചാംഗം എടുത്തിട്ട് അന്നത്തെ പഞ്ചാംഗം എടുത്ത് നോക്കുമ്പോൾ ഉത്രട്ടാതിയാണ്. ഇന്നത്തെ നക്ഷത്രം ആയില്ലാണ്, അയാൾക്ക് ഞാൻ പറഞ്ഞു. പക്ഷെ 49 മിനിറ്റ് ആയില്ലുള്ളൂ, കലണ്ടറിൽ ആയില്ല എന്നായിട്ട്. 49 മിനിറ്റ് 6 മണിക്ക് ശേഷം, ഉദയത്തിന് ശേഷം 49 മിനിറ്റ് കഴിഞ്ഞാൽ ആയില്യം കഴിഞ്ഞ് മഴ ആയി.
അല്ല എന്റെ കുട്ടി ആയില്യത്തിലാ ജനിച്ചത് ഷാഠ്യം പറയുന്ന ആൾക്കാരും ഉണ്ട്. മാറ്റാൻ സമ്മതിക്കില്ല. ഉം, ഉം, ഞങ്ങൾ ഇത്രയും കൊല്ലമായിട്ട് ഇന്ന നക്ഷത്രത്തിനാണ് ചെയ്യുന്നത്, ഇപ്പോഴായിട്ട് എങ്ങനെയാ മാറ്റുന്നത്? ഉം, അതിനൊന്നും നമുക്ക് പരിഹാരമില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കും നല്ലൊരു കാര്യം. ഉം, ഉം, അത് പ്രതിഫലം നോക്കിയിട്ട് മാത്രമല്ല, ഉം, അവർക്കത് ഉപയോഗിച്ചിട്ട് ഇപ്പൊ 4 ദിവസം മുമ്പ് ഒരു സ്ത്രീ വിളിച്ചു അവരുടെ കാര്യം അത്ര അത്യുത്തമമായി, ഉം, ഞാൻ ഇന്ന് മൂകാമ്പി പോവുക, ഉം, ഇത് കഴിഞ്ഞ് വന്നാൽ ഉടനെ നിങ്ങളെ ഉം, കാണാൻ ഉം, വരും. ഉം. പ്രായമുള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് ഫോണിലൂടെ. വരേണ്ട ആവശ്യമൊന്നുമില്ല. അതെ. വളരെ സന്തോഷമായിട്ട് ഉം. ഇരുന്ന്, അത് എന്റെ വൈഭവമല്ല, ഉം, ഉം, പറഞ്ഞു കൊടുത്തു, അവർക്ക് മനസ്സിലായി, ഉം. അവർ കൃത്യമായിട്ട് അത് പാലിച്ചു. ഉം. അപ്പൊ അതിന്റെ ഗുണം കാണും. അതെ. ഒബേ ദ ഓർഡർ, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിക്കുക അതെ എന്നുള്ളത്. അതെ. അല്ല, അനുസരിച്ചു. ഉം, അവര് ഉം, ഉം, ആത്മാർത്ഥമായി ഭയഭക്തി ബഹുമാനം ഉം, വികസനം അനുസരിച്ചു. ഉം, ഉം, ഈശോയില് സീട്ടിട്ടു. ഉം, പണിക്കരെ നിങ്ങള് പറിച്ചിട്ടേ ഉം, 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 അതൊന്നും നടന്നില്ലല്ലോ. ഉം, ഉം, ഇവിടുന്ന് പോയിട്ട് 19 ദിവസമായി, ഉം, എന്റെ കല്യാണം നടന്നില്ല. അങ്ങനെ പറഞ്ഞു. ഉം, അയാൾക്ക് പ്രായം അധികമൊന്നുമില്ല, ഉം, 49 വയസ്സായിട്ട്. ഉം, എന്തോ ഒരു ശാന്തിയാണ്, കുറച്ച് മന്ത്രവാദം അറിയും, കുട്ടിച്ചാത്തൻ സേവൻ ഉം, എന്തൊക്കെയോ പറയണു. ഉം, ഉം, 49 വയസ്സ് വരെ കല്യാണം കഴിക്കാത്ത ആള് 19ാമത്തെ ദിവസം ഇവിടുന്ന് പോയിട്ട് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു. ഉം, ഞാനാണല്ലോ. ഉം, വിളക്ക് കത്തിക്കാൻ ഒരു പ്രത്യേക രീതിയിൽ നാമജപൊക്കെ പറഞ്ഞു കിട്ടിയിരുന്നു. ഉം, ഉം, വിവാഹ യോഗം ഉണ്ട്, ലേറ്റ് മാരേജ്, അതായത് നേരത്തെ പറഞ്ഞു ലേറ്റ് മാരേജ് യോഗം. താമസിക്കാൻ വീടില്ല. ഉം. ശാന്തി എന്ന് പറഞ്ഞാൽ അയാളെ വീട്ടിലൊരു ചെറിയ കാവുണ്ട്. ഉം. പിന്നെ അദ്ദേഹത്തിന് വേണ്ടത് അംഗീകാരമാണ്. അവിടെ ആള് വരണം, സുന്ദരിയാവണം, ഉം, പെണ്ണിട്ട്. ഉം, ഉം. അതിനൊക്കെ നമുക്കൊരു പരിമിതികളുണ്ട്. ഒരു അതെ. മനുഷ്യന്റെ മുഖം ഇപ്പൊ ഞാൻ നന്നാക്കാൻ. സുന്ദരനാവണ്ട, എനിക്ക് സുന്ദരിനെ വേണമെന്ന് വാശി പിടിച്ചിട്ട്. യോഗമുള്ള ആൾക്കാരും അതെ, ഉണ്ട് അങ്ങനെ. ഉണ്ട്. തീരെ നല്ല വൈകൃതമുള്ള അല്ലെങ്കിൽ രൂപസൗകുമാര്യം അതെ. നമ്മളുടെ രീതിയിൽ കാണുന്ന Yes. മാതിരി അല്ലാത്ത ഉം. പുരുഷന്മാർക്ക് അതീവ സുന്ദരിയായ പെൺകുട്ടികളെ ഉം. കിട്ടുന്നതിനുള്ള യോഗവും ഉണ്ട്. അതൊക്കെ തലയിലേക്ക് ഉം. ഇതിനൊക്കെ അതെ. പറയും. അതൊക്കെ പാടെ ജ്യോത്സ്യത്തിലുണ്ടോ ചോദിച്ചു ഉം. കഴിഞ്ഞാൽ അതിനെ കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഈ പൊരുത്തം ഇപ്പൊ നമ്മൾക്കറിയാം 5 മിനിമം പകുതി 10ൽ 5 പൊരുത്തം എന്നൊക്കെ പറയും. ഇതിനെ പറ്റി എങ്ങനെയാണ് ശരിക്കും ഈ ധാരണ? പൊരുത്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരുത്തങ്ങൾ 40 70 ഒക്കെ ഉണ്ട്. ഉം. ഉം. പക്ഷെ പ്രധാന 10 പൊരുത്തങ്ങൾ നോക്കാറുള്ളൂ. രാശി പൊരുത്തമുണ്ടോ, രാശിയോ രാശിയാധിപനും ഒന്ന് പോകും. രാശി ഉണ്ടോ നോക്കാനാണല്ലോ പോകും. അതെ. രാശി ഉം. രാശി ശരിയായ ഒരു പൊരുത്തം. ഉം. 10 പൊരുത്തത്തിൽ 8 പൊരുത്തം ഒക്കെയാണ്. പക്ഷെ മധ്യമരഞ്ജും വേദം വന്ന ഉത്തമം എന്ന് എഴുതിയിട്ടുണ്ടാവും പഞ്ചാംഗത്തിൽ. പക്ഷെ മധ്യമരഞ്ജു, രഞ്ജു പറഞ്ഞാൽ കയറ്, ജീവിതത്തിന്റെ മധ്യഭാഗത്ത് എവിടെയെങ്കിലും കയറ് കൊടുക്കും. അതിന് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നും കൂടിയും കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതിനുണ്ട് പരിഹാരം. വരുണഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ മധ്യമരഞ്ജു ദോഷം മാറി. ധൈര്യം ഉണ്ടാവില്ല ആൾക്കാർ. മധ്യമരഞ്ജു ഉണ്ട്, അത് വേണ്ട, ആള് മരിക്കും, ഒരാൾ തട്ടിപ്പോവും. പിന്നെ വേദദോഷം എന്ന് പറഞ്ഞ കുക്ഷി വേദം, പാദവേദം, ഇങ്ങനെ കുറെ വേദങ്ങൾ, ശിരോവേദം, അങ്ങനെ വന്നാൽ രോഗം, ദാരിദ്ര്യം, അന്യദേശവാസം, സന്താനങ്ങൾ ഉണ്ടായാൽ ഉപയോഗശൂന്യമാകുക തനിക്കും കുടുംബത്തിനും ആണ് വേദദോഷം. അത് അതീവ ഗൗരവമുള്ളല്ലേ. കല്യാണം കഴിക്കുന്ന അടുത്ത തലമുറ ഉണ്ടാവാൻ നമ്മളുടെ വേണ്ട ശേഷക്രിയ ചെയ്ത് ഇവർക്കൊക്കെ മുക്തി വരുത്തി കൊടുക്കണം. അപ്പോഴേ പുത്രനാവുന്നുള്ളൂ. ആ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലമുറയെ സൃഷ്ടിക്കുകയാണ്. നമ്മളിപ്പോ വൈദ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ചെക്കനതാ വരുന്നു, മകനതാ വരുന്നു എന്നാ പറയുന്നത്. എന്റെ പുത്രൻ വരുന്നുണ്ടെന്ന് പറയുന്നില്ല. എപ്പോഴാണോ പുത്രനാവുന്നത് ആ പിതൃകർമ്മം അനുഷ്ഠിക്കുന്നവൻ, പുത്തി എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ. പുത്രനും പുത്രിയാകുമ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ. മറ്റേത് മകനും മകളും ഈ അവസ്ഥയിലാണ്. അപ്പൊ അതിനുള്ള യോഗങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന് ഈ ആധുനിക കാലത്ത് ആർക്കും ഇത് വേണം. അത്യാവശ്യം എന്തെങ്കിലും വല്ല ജ്യോത്സ്യന്മാരെയും കണ്ടിട്ടോ എന്തെങ്കിലും ദക്ഷിണയും കൊടുത്തിട്ട് കാര്യങ്ങൾ നടത്തി സീറ്റ് എഴുതി വാങ്ങി ആ കാര്യം നടത്താൻ. എന്നിട്ട് ഡോക്ടറാണ് കുഴലും വെച്ചിട്ട് മറ്റൊരു പരിശോധിക്കാൻ. തന്നെ പരിശോധിക്കാൻ അറിയാത്തവനാണ് മറ്റൊനെ പരിശോധിക്കുന്നത്. നമ്മളിപ്പോ പലരും ഡോക്ടർമാര് പോലും ബന്ധപ്പെടാറുണ്ട്. ആ ദീനമുണ്ട്, ഒരിക്കലും മാറുന്നില്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഡോക്ടർക്ക് രോഗമുള്ള ഡോക്ടർ ഉണ്ട്. അയാൾ മനുഷ്യ ശരീരമാണല്ലോ. ഈ ത്രിദോഷങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ രോഗിയായി. ഡോക്ടർക്ക് ആവാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട് ത്രിദോഷം കൊണ്ട് രോഗം ഉണ്ടായി? വാതാണോ, പിത്താണോ, കഫാണോ? അതിന് ഏതേത് രസം? കയ്പരസം ഉപയോഗിക്കാൻ പാടില്ല വാതമുള്ളത്. കയ്പങ്ങല്ല. വാതരോഗികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ കയ്പങ്ങ കൂട്ടി ഭക്ഷണം കഴിക്കാൻ പാടില്ല. കയ്പരസം ഒഴിവാ. അതേ ഓരോ രോഗത്തിനും ഓരോ രീതിയിലുള്ള പുളി, മധുരം, പഞ്ചസാര പാടില്ലല്ലോ. ഷുഗറിന് പഞ്ചസാര ആർത്തി ഉണ്ടാവും. കൊതി ഉണ്ടാവും, കിട്ടില്ലല്ലോ. ഇവിടെ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഓപ്പൺ ചായയെ കുടിക്കുള്ളൂ, മധുരണ്ടാവില്ല. പക്ഷെ മൂപ്പര് കഴിക്കുമ്പോ അതിന്റെ ഒപ്പം കഴിക്കുക ലഡുവോ അല്ലെങ്കിൽ കേട്ടോ ആർത്തിയാണ്. എന്റെ കയ്യോ കാലോ മുറിക്കുക.
അങ്ങനെയൊക്കെ ഉണ്ട്. ഉം, ഉം, ആൾക്കാർക്ക് സംതൃപ്തരാണ് ഏറെക്കുറെ. ഉം, കുറെ ഇപ്പൊ ഇത് നമ്മൾ തുടങ്ങിയ ഉം, ശേഷം ഉം, തന്നെ ഉം, 3-4 കല്യാണ കത്ത് ഉം, ഇവിടെ ഉം, കിട്ടിയിട്ടുണ്ട്. ഉം, ഉം. അത് 32-35 വയസ്സുള്ള അതെ. പെൺകുട്ടികളുടെ വരെ കിട്ടി. കൃത്യമായ ജാതകവശാൽ നോക്കിയാൽ അതിന് പരിഹാരമുണ്ട്. കൃത്യമായ ജാതകം വേണം. കൃത്യമായ ഉം, ജാതകം നമുക്ക് അവർക്ക് ഉം. ജനിച്ച സമയം ഏറെക്കുറെ ഉണ്ടെങ്കിൽ ഈ പൂക്കൾ മുറിക്കുന്ന ചെയ്തെടുക്കാൻ പറ്റും. സമയം വരെ നമുക്ക് പറഞ്ഞു കണ്ടെത്താം. കൊടുക്കാൻ പറ്റും. കണ്ടെത്തിയിട്ട് അതിന്റെ ദോഷം ഉം, നമുക്ക് പരിഹരിക്കാൻ ഉം, സാധിക്കും. ഉം, അങ്ങനെയാണ് ഞാൻ ആ, ചെയ്യാറുള്ളത്. ആ, ഒരു ജാതകം തന്നു കഴിഞ്ഞാൽ ആ ജാതകത്തിൽ തന്നെ ചിലപ്പോൾ തെറ്റുണ്ടാവും. ഉണ്ട്, ഉണ്ട്. ഗ്രഹനില മാറിയിട്ടും ഉം, ഉം. സമയം മാറിയിട്ടും അതെ, രാവിലത്തെ വൈകുന്നേരമായിട്ടും അതെ, അതെ. ആൺകുട്ടീന്റെ ജാതകം എഴുതി കൊണ്ടുപോയി ഉം, വായിക്കാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ പെൺകുട്ടി. ഉം, ഉം, ഉം. അത് വെട്ടിത്തിരുത്തി വന്നിട്ടുള്ള ജാതകം എന്റെ അടുത്തുണ്ട്. ഓ, ആളൊന്നും ഷോ ഉം, ചെയ്യാൻ ഉം, പാടില്ല. ഉം, ഉം. ഏഹ് അതെ. എന്നിട്ട് അയാൾ 22 വയസ്സായപ്പോ ഉം, ജാതകം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ സ്ത്രീ ജാതകമാണ്. ഉം, 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 അയാൾക്ക് ഇനി ഹയർ സ്റ്റഡിക്ക് എവിടെ പോകണം, ഉം, ഉം, വിദേശത്ത് എവിടെ പോകണം. ഉം, അത് പെൺകുട്ടിയുടെ ജാതകമാണ് പറഞ്ഞിട്ട് ഉം, പിന്നെ തിരുത്തി ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. ഉം, അത് എഡ്യൂക്കേറ്റഡ് ആണ് ആ ഫാമിലി. ഉം, അതാണ് ഉം, മനസ്സിലാക്കേണ്ടത്. ഉം, ഉം. അത് അത്ര ഉത്തരവാദിത്വം, ഒരു അർപ്പണാഭാവത്തോടു കൂടി എനിക്ക് വേണ്ടി എന്റെ മകന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുക എന്നുള്ള ഒരു ഗുരുനാഥന്റെ സ്ഥാനത്ത് ഇരുന്നാൽ കാണണം. അതെ. ഉം, ഉം. അപ്പോഴേ അതിന് ആത്മാർത്ഥതയായാലും ഉണ്ടാവും. ഉം, അതിന്റെ കൃത്യമായ സത്യസന്ധമായ അതാ ഞാൻ പൂക്കൾ മുറിക്കുന്ന സമയം എന്ന് പറഞ്ഞു. ഉം, ശിരസ് കണ്ടാൽ ചിലർ ജാതകനായി എന്ന് പറഞ്ഞാൽ ജനിച്ചവനായി. ഉം, അപ്പൊ അമ്മിമാനും വേറെയാണ്. ഉം, ചിലർ കുട്ടീന്റെ ശബ്ദം കേട്ടിട്ട് ഉം, ഉം, അപ്പൊ മുമ്പ് എന്താ ചെറുനാരങ്ങ വൃത്തി വിട്ടിട്ട് ഒരു ടൈം കണക്കാക്കുന്ന ഉം, പഴയൊരു സമ്പ്രദായം. ഉം, അതിന് പണ്ഡിതന്മാരുണ്ട്. ഉം, ഉം. അതൊന്നിപ്പോ അങ്ങനെയല്ല. ഇപ്പൊ കമ്പ്യൂട്ടർ യുഗമാണ്. അതെ. സൂക്ഷ്മമായിട്ട് ഉം, കണ്ടെത്താൻ ഉം, സാധിക്കും. ഉം, വളരെ നിസാരവുമാണ് ഉം, ഇപ്പോഴത്തെ അറിയുന്ന ആൾക്കാർ. ഉം, ഉം. അതൊക്കെയാണ് ഇതിന് പറയാനുള്ളത്. മാന്യ പ്രേക്ഷകരെ, എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യത്തിനുള്ള ഉത്തരം എന്നുള്ള നിലയ്ക്കാണ്. കാരണം നമ്മളോട് ചോദിക്കുന്ന ഇപ്പൊ രവിയേട്ടന്റെ വീഡിയോ തന്നെ ചാനലുകളിലൊക്കെ വൈറൽ ആയതുകൊണ്ട് തന്നെ പലരും പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ, ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്കോ രവിയേട്ടനോ അതിന് സമയം മെനക്കെടുത്താൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് വിവാഹം കഴിയാത്ത ഒരുപാട് വേദനിച്ച് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ബന്ധപ്പെടാറുണ്ട്. അത്തരക്കാർക്കുള്ള ഉത്തരമാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് അലഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതിന് പരിഹാരം ശാസ്ത്രപ്രകാരമാണ്, അതല്ലാതെ അനുമാനങ്ങൾ കൊണ്ടല്ല. അതുകൊണ്ടാണ് രവിയേട്ടന്റെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്നുള്ള രീതിയിൽ മാന്യ പ്രേക്ഷകരിലേക്ക് അതില് വെക്കുന്നത്. Yes. ഏത് ദിശയിൽ നിന്ന് കല്യാണം കഴിക്കാനും പറയാൻ സാധിക്കും. അതും പറയാൻ പറ്റും. ഇന്ന സ്ഥലത്താണ് നിങ്ങളെ വധു ഇരിക്കുന്നത്. തിരയാൻ. ഇന്ന പരിഹാരം ചെയ്തിട്ട് നിങ്ങൾ ആ തെക്കോ ഭാഗത്തേക്കോ ഉം. കിഴക്ക് ഭാഗത്തേക്കോ എവിടേക്കാച്ചാ പോവുക. ഉം. അത് ജാതകം ശരിക്കും ഇതാണെങ്കിൽ കൃത്യമായിരിക്കും. ശരി. വളരെ കൃത്യമായ അനുഭവങ്ങളുണ്ട്. വേണമെങ്കിൽ അനുഭവസ്ഥരെ അങ്ങോട്ടൊന്ന് കാണിച്ചു തരാം. പരീക്ഷിക്കാനും വരുന്നു. പരീക്ഷിക്കാൻ വരുന്ന ആൾക്കാരും നമുക്ക് ഗ്രഹസ്ഥിതി കൊണ്ട് കണ്ടുപിടിക്കാം. ഇന്നതാണ് ഇയാളുടെ ഉള്ളില് കോട്ടിൽ വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് കാണും. ഭൂതന്റെ മൗഢ്യം ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അത് കുറച്ച് നല്ലോണം ഗഹനായിട്ട് പഠിക്കണം. ഞാൻ കുറച്ച് കുട്ടിക്കാലം മുതൽക്ക് തുടങ്ങിയതാവുന്നത്. ഹരി ഓം ശാന്തി.